ഇംഗ്ലീഷ് ഡെസ്ക് എന്ന ചാനലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചില കാര്യങ്ങൾ കേട്ടു. തുടർന്ന് ഇന്നും അത്തരത്തിലുള്ള ചില ട്രാൻസ്ലേഷനുകളാണ് ഇന്നത്തെ ക്ലാസ്സിലും പരിചയപ്പെടുന്നത്. ഇന്നലെ നൽകിയ ക്ലാസ്സിൽ ഒരു ക്വസ്റ്റ്യൻ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിലേക്ക് വേണ്ടി തന്നിരുന്നു. അവൾ എവിടെ എന്നായിരുന്നു ആ ചോദ്യം. എന്തായിരിക്കാം അതിൻ്റെ ട്രാൻസ്ലേഷൻ? അവൾ എന്നത് ഷീ എന്നാണ്, എവിടെ എന്നത് വെയർ എന്നാണ്. അപ്പൊ നമ്മൾ ചോദിക്കുമ്പോൾ വെയർ ഈസ് ഷീ എന്നാണ്. വെയർ ഈസ് ഷീ, വെയർ ഈസ് ഷീ, വെയർ ഈസ് ഷീ, ഇതാണ് അതിന്റെ ട്രാൻസ്ലേഷൻ. ഇന്നിവിടെ 3 ക്വസ്റ്റ്യൻസ് ഇവിടെ തന്നിട്ടുണ്ട്. അവർ എവിടെ പോയി എന്നാണ്. പോയി എന്ന് പറഞ്ഞാൽ വെന്റ് എന്നാണ്. വെന്റ്, പോയി എന്ന് പറഞ്ഞാൽ എന്താ? വെന്റ്. എവിടെ എന്നത് അറിയാം, വെയർ. അവർ എന്ന് പറഞ്ഞാൽ ദേ എന്നാണ്. അപ്പൊ ചോദ്യരൂപമാകുമ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ വേർഡ് ആണ് ആദ്യം വരേണ്ടത്. അതിനാൽ ഇവിടെ ആദ്യം നമ്മൾ വെയർ എന്നിട്ട് വെയർ. ഇനി നമുക്ക് ഈ വെന്റ് എന്ന് പറയുന്ന വെർബിനെ സ്പ്ലിറ്റ് ചെയ്യണം. സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഡിഡ് പ്ലസ് ഗോ എന്ന് വരും. ആ ഡിഡ് എന്ന് പറയുന്ന ഓക്സിലറി ഈ ക്വസ്റ്റ്യൻ വേർഡിന്റെ അടുത്തേക്ക് ഇടണം. വെയർ ഡിഡ്, വെയർ ഡിഡ്. ഇനി നമുക്ക് അവർ എന്നതിന്റെ ഇംഗ്ലീഷ് വേർഡ് ഇടാം. അവർ എന്നതിന്റെ ഇംഗ്ലീഷ് വേർഡ് എന്താ? ദേ എന്നാണ്. അപ്പോ വെയർ ഡിഡ് ദേ. ഇനി പോയി എന്നത് ബെൻഡാണ്. ആ ബെൻഡിനെ രണ്ടായിട്ട് മാറ്റുമ്പോൾ ഡിഡ് എന്നും ഗോ എന്നും കിട്ടും. ആ ഡിഡ് നമ്മൾ ആദ്യം ഇവിടെ എഴുതി. അപ്പോൾ ഇനി അവിടെയുള്ള ഗോയാണ്. അപ്പോൾ വെയർ ഡിഡ് ദേ ഗോ. ഇതാണ് ആ സെന്റൻസിന്റെ ട്രാൻസ്ലേഷൻ. വെയർ ഡിഡ് ദേ ഗോ എന്നാണ്. നീ എവിടെയായിരുന്നു എന്നാണ്. എവിടെയായിരുന്നു, എവിടെ അറിയാം. ആയിരുന്നു എന്ന് പറഞ്ഞാലും അറിയാം, നീ എന്ന് പറഞ്ഞാൽ അറിയാം. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതുമ്പോൾ 2 തരത്തിൽ ഈ സെന്റൻസിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഒന്ന് വെയർ, WHERE വെയർ. അടുത്ത വെയർ, WRE വെയർ. ആകുന്നു എന്നത് ഈസ് എന്ന്, ആർ എന്നും. ആയിരുന്നു എന്നത് വെയർ എന്നുമാണ്. അതാണ് ഈ വെയർ. അപ്പോ വെയർ വെയർ യു എന്നതാണ് അതിന്റെ ട്രാൻസ്ലേഷൻ. അതല്ല എങ്കിൽ നമുക്ക് ചോദിക്കാവുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ വെയർ വെയർ ഹാവ് യു ബീൻ എന്ന് ചോദിക്കണം. വെയർ ഹാവ് യു ബീൻ, നിങ്ങൾ എവിടെയായിരുന്നു, നീ എവിടെയായിരുന്നു എന്നാണ്. നീ ഇന്നലെ എവിടെയായിരുന്നു എന്ന് ചോദിക്കണം. ഇന്നലെ എന്ന് പറഞ്ഞാൽ യെസ്റ്റർഡേ. എവിടെയായിരുന്നു, ആയിരുന്നു എന്നത് വെയർ. അപ്പോൾ നമ്മൾ ചോദിക്കുമ്പോ വെയർ വെയർ, WRE വെയർ യു, വെയർ വെയർ യു യെസ്റ്റർഡേ എന്നതാണ്. യെസ്റ്റർഡേ, വെയർ വെയർ യു യെസ്റ്റർഡേ. ഇതാണ് ആ സെന്റൻസിന്റെ ട്രാൻസ്ലേഷൻ. വെയർ വെയർ യു യെസ്റ്റർഡേ. അപ്പോൾ ഇത്തരത്തിലാണ് ഇങ്ങനെയുള്ള സെന്റൻസുകൾ നമ്മൾ ചോദിക്കേണ്ടത്, ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത്. ഇത് സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ഒരു ഭാഗമാണ്. ഇന്ന് ഞാനൊരു സെന്റൻസ് തന്നിട്ടുണ്ട്. ആ പേന വാങ്ങിയത് എവിടെ നിന്നാണ്? അത് നിങ്ങൾ ആൻസർ ചെയ്യുക. ഈ ക്ലാസ് ശ്രമിക്കുന്ന മുഴുവൻ ആളുകൾക്കും വളരെയധികം സ്നേഹത്തോടെ നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവരും ഇംഗ്ലീഷ് ഡെസ്ക് എന്ന ചാനൽ കാണുകയും കേൾക്കുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമന്റ് രേഖപ്പെടുത്തുകയും ലൈക്സ് നൽകണമെന്നും അഭ്യർത്ഥനയോടെ ഇന്നത്തെ ക്ലാസ്സിൽ നിന്നും വിടവാങ്ങുന്നു. താങ്ക് യു.